ഇന്ന് ഞങ്ങൾ എല്ലാവരും ചാടിത്തുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഗുരുവായൂരുള്ള പുഷ്പോത്സവം കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്താ കുട്ടനൊക്കെ ഉറക്കത്തുനിന്ന് എണീറ്റേ ഉള്ളൂ. നല്ല ഭംഗി അവിടെ. പുഷ്പോത്സവത്തിന് അപ്പോൾ ഇതാ ഓപ്പോളും അമ്മയും അച്ഛനും സുനിലേട്ടനും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ഇതാ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു 10 രൂപ 20 രൂപയ്ക്കേ ഉള്ളൂ ടിക്കറ്റ് റേറ്റ് എന്ന്. 60 രൂപ ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. പക്ഷെ അതിന് മാത്രം ഉള്ളതൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല രസമാണ്. കുട്ടികളൊക്കെ കൂടി എല്ലാവരും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇതിലും വലിയൊരു കേമായിട്ടുള്ളൊരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ. അതിൻ്റെ വീഡിയോ പിന്നാലെ തന്നെ വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹൊറർ ഗോസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു ആനക്കുട്ടീനെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഗ്രാസ് ഇല്ലേ, നമ്മൾ ഈ ചവിട്ടി മാറ്റിൻ്റെ ഒക്കെ ഗ്രാസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീബ്ര, ജിറാഫ്, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകണം ആ ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ. ഊഞ്ഞാലാടാനും കുറേ നല്ല ഭംഗിയുള്ള പൂക്കളും ആ പൂക്കൾക്കിടയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ ഊഞ്ഞാലാടാം കേട്ടോ. നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കല്ല ഇതാ വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതിനുശേഷം ഞങ്ങളിത് അവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാളിലൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ട് എക്സിബിഷനൊക്കെ പോണ സമയത്ത് മയിലൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ജമന്തി പൂക്കൾ, ഡാലിയ പൂക്കൾ, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് എക്സിബിഷനൊക്കെ പോണ സമയങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരെ സാധനം സെയിൽ ചെയ്യും കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം പിക്കിൾസൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ രാജസ്ഥാനി ടൈപ്പായിട്ടുള്ള നമ്മുടെ ഈ കടുകെണ്ണ വെച്ചിട്ടുണ്ടാക്കുന്ന കുറേ അധികം അച്ചാറുകൾ ഉണ്ടായിരുന്നു. ഞാനും അപ്പവും അമ്മും കൂടെ ഞങ്ങളിതാ കുറേ മറ്റേ ഈ ഒരു ഇരുമ്പിൻ്റെ കുറേ പാത്രങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ ദോശത്തവ, പിന്നെ കടുക് വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ ചട്ടികളും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു കേട്ടോ. അതിനിടയിൽ കുട്ടൻ ഇങ്ങനത്തെ മിഠായി, പണ്ടത്തെ കാലത്തെ മിഠായി കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പമ്പരം മിഠായി മതി എന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം പമ്പരം മിഠായിയൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ മരത്തിൻ്റെ കുറേ നല്ല ഭംഗിയായിട്ട് നമ്മളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വെക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല രസമുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പാഷൻ ഫ്രൂട്ട്, അതിൻ്റെ കുറേ പൾപ്പും കാര്യങ്ങളും ഒക്കെ നല്ല നാച്ചുറലാന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ എന്നിട്ട് പറയും ഈ പമ്പരം മിഠായി എങ്ങനെ പമ്പരം കറക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് കഴിക്കായിരുന്നു കേട്ടോ. ഞാനിട്ടിരിക്കുന്ന ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാം. നല്ല ഓഫറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.